അതെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിനെ ഏറെ അഭിമാനിക്കാവുന്ന നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം വിശുദ്ധയായിട്ടുള്ള വിശുദ്ധ ഏവുപ്രാസിയമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൽ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഏവുപ്രാസിയമ്മയുടെ പള്ളി വരുന്നത്. ഇത് പള്ളിയുടെ അകത്തുള്ള ചാവറപ്പിതാവിൻ്റെയും ഏവുപ്രാസിയമ്മയുടെയും സ്റ്റാച്യൂസാണ് കേട്ടോ. ഏവുപ്രാസിയമ്മ ഒരുപാട് ജപമാല ചൊല്ലിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏവുപ്രാസിയമ്മയുടെ തിരുശേഷി പാട്ടുപാടി വെച്ചിരിക്കുന്നത് അമ്മ ജപമാല പിടിച്ചിരുന്ന വലത് കൈയുടെ ചൂണ്ടുവിരലിൻ്റെ അസ്ഥിയാണ് കേട്ടോ. അപ്പം ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഏവുപ്രാസിയമ്മയുടെ മ്യൂസിയത്തിലേക്കാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തെളിഞ്ഞ് സന്തോഷിക്കുക, ആശ്വസിക്കുക, അവിടെ സർവവുമുണ്ട്. കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുകൊണ്ടെങ്കിലേ അവിടുത്തെ സ്നേഹത്തിൽ നമുക്ക് പങ്കുള്ളൂ. നിഗളം കൊണ്ട് പിശാചുക്കൾ ഇറങ്ങിപ്പോയ ആകാശത്തിലോട്ട് എളിമയെന്ന പുണ്യം കൊണ്ട് നമുക്ക് കയറിപ്പോകാം. മരിച്ചാലും മറക്കില്ല കേട്ടോ. മനുഷ്യരോ തലവന്മാരോ വെറുക്കുന്നത് കൊണ്ട് ഒന്നുമില്ല. ദൈവത്തെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. സ്വന്തം മനസ്സിന് വിരോധമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്നു. ഏവുപ്രാസിയമ്മയുടെ ഹൃദയസ്പർശിയായ ഈ വാക്കുകൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഏവുപ്രാസിയമ്മയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കുറേ പുസ്തകങ്ങളുടെ ശേഖരണമാണ് കേട്ടോ ഇത് ഏവുപ്രാസിയമ്മയുടെ സഹോദരങ്ങളാണ് കേട്ടോ. പിന്നെ അമ്മ സ്ഥാപിച്ച ഈശോയുടെ തിരുഹൃദയ രൂപമാണ് കേട്ടോ ഇത്. ഏവുപ്രാസിയമ്മ സ്ഥിരം ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സുഹൃത ജപമാണത്. അമ്മ പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന കരിക്കലാണിത്. അമ്മ കാലിൽ കെട്ടിയിരുന്ന കമ്പി കൊണ്ടുള്ള ചെയ്യനാണിത്. പിന്നെ സ്വയം അടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ചമ്മട്ടിയാണിത്. ഇത് ഏവുപ്രാസിയമ്മ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ ഔസേപിതാവിൻ്റെ ചരടാണ്. അമ്മ ഓസ്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഉപകരണമാണ് കേട്ടോ അത്. ഇതമ്മ സ്ഥിരം ഉപയോഗിച്ചിരുന്ന വലിയ വെന്തിങ്ങയാണ്. ഇതമ്മ തിരുശേഷിപ്പ് മുറിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കത്തിയാണ്. ഇത് ഏവുപ്രാസിയമ്മ വസ്ത്രങ്ങളും സാധനങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന പെട്ടികളാണ് കേട്ടോ. ഇതമ്മ ഉപയോഗിച്ചിരുന്ന ടവലും പിന്നെ പെട്ടിയിൽ നിന്ന് കിട്ടിയ കുറച്ച് കുരുമുളകുമാണ്. ഇതമ്മ ഉപയോഗിച്ചിരുന്ന കറുത്ത നൂലും പിന്നെ ബെൽറ്റുകളാണ് കേട്ടോ. ഇത് അമ്മയുടെ സ്വന്തം കൈയക്ഷരത്തിലുള്ള അമ്മയുടെ വാക്കുകളാണ്. ഇതായത് മരത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ഏവുപ്രാസിയമ്മയുടെ സ്റ്റാച്ചു ആണ്. ഇത് അമ്മയ്ക്ക് യോഹന്നാൻ സ്ലീഹ പഠിപ്പിച്ചു കൊടുത്ത ഒരു സുഹൃത ജപമാണ് കേട്ടോ. ഇത് അമ്മ ഉപയോഗിച്ചിരുന്ന ഈശോയുടെയും മാതാവിൻ്റെയും വിശുദ്ധരുടെയും ഒക്കെ പലതരത്തിലുള്ള പിക്ചേഴ്സാണ്. നമ്മുടെ ഏവുപ്രാസിയമ്മയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കേട്ടോ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.